ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വറുത്തരച്ച അണ്ടിപ്പരിപ്പ് കറിയാണ്. ഈ കറിയെ കുറിച്ചിട്ട് ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തി പൊറോട്ട എന്തിൻ്റെ കൂടെ കഴിക്കാനും സൂപ്പറാണ്. ഒരിക്കൽ തയ്യാറാക്കിയാലേ വീണ്ടും തീർച്ചയായിട്ടും തയ്യാറാക്കും, അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഒരു 200 ഗ്രാം മുഴുവനോട് കൂടിയിട്ടുള്ള അണ്ടിപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് ഓരോന്നും രണ്ടായിട്ടൊന്ന് പിളർന്നെടുക്കാം. അപ്പോൾ ഇതുപോലെ രണ്ടായി പിളർന്നെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. നന്നായി കഴുകിയതിന് ശേഷം ഇതൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നികക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുക്കർ അടച്ചിട്ട് ഒരു 6-7 വിസിൽ വരുന്നവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി സ്റ്റവ് ഓണാക്കിയതിന് ശേഷം കുക്കർ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിലോട്ട് വെക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ കറി വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കണം, എങ്കിലേ കറക്റ്റായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. നാടൻ കറിയല്ലേ. വെളിച്ചെണ്ണ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. കൂടെ 2 വറ്റൽമുളകും 4 ചെറിയുള്ളിയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ബ്രൗൺ കളർ ആകണം, കരിഞ്ഞു പോവരുത്. തേങ്ങയുടെ കറക്റ്റ് പാകത്തിലുള്ള വറവാണ് ഈ കറിയുടെ ടേസ്റ്റ്. ഇപ്പോൾ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് പാകം. ഇനി തീ ഒന്നുകിൽ ലോ ഫ്ലെയിമിലാക്കാം, അല്ലെങ്കിൽ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. നമ്മളിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. വറവ് കൂടി കരിഞ്ഞു പോകാതിരിക്കാനാണ് ഓഫ് ചെയ്തത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കറിക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി സ്റ്റവ് ഓണാക്കിയിട്ട് ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ പൊടികളൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്, ഒട്ടും കരിഞ്ഞു പോയിട്ടില്ല. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫാക്കിയതിന് ശേഷം കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. പാൻ്റെ ചൂടുകൊണ്ട് തേങ്ങയുടെ മൂപ്പ് കൂടി പോകാതിരിക്കാനാണ് കേട്ടോ. ഇനി ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിലോട്ട് വെക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ മീഡിയം സൈസ് വലിപ്പത്തിലുള്ള ഒരു സവോള ചെറുതായി എരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായി എരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് ചെറുതായി എരിഞ്ഞതും കൂടിയും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവോളയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായി എരിഞ്ഞതും കൂടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ ഉടഞ്ഞ് നല്ല പേസ്റ്റ് പോലെ യോജിച്ച് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ 1/2 കപ്പ് വെള്ളം കുറേശ്ശെ ചേർത്തിട്ട് മിക്സിയുടെ ജാറിൽ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തീ കൂട്ടി വയ്ക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയൊക്കെ എത്ര ചേർത്ത് കൊടുത്താലും ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ അണ്ടിപ്പരിപ്പ് വേവിക്കാൻ വെച്ചിരുന്നു. കുക്കറൊന്ന് തുറന്ന് നോക്കാം. അണ്ടിപ്പരിപ്പൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ഉണ്ട്. ഇനി ഇത് മുഴുവനായിട്ടും കറിയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കറിയൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. അണ്ടിപ്പരിപ്പിലെ മസാലയൊക്കെ നന്നായി പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. കണ്ടില്ലേ, നല്ല തിക്ക് ഗ്രേവിയാണ്. ഇനി ലാസ്റ്റ് ഇതിലേക്ക് ഉള്ളി മൂപ്പിച്ച് ചേർക്കുന്നുണ്ട്. അതും കൂടി ചേരുമ്പോൾ ഈ കറിയുടെ ടേസ്റ്റ് വേറെ ലെവലാണ്. അതിനായിട്ട് ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. നാടൻ വറുത്തരച്ച കറികളിലൊക്കെ ഇങ്ങനെ തേങ്ങാക്കൊത്ത് മൂപ്പിച്ച് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ചെറുതായി എരിഞ്ഞതും കൂടിയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കരിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കരിവേപ്പില നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇത് കറിയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച അണ്ടിപ്പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണേ. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ അടിച്ചിടണേ. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.